ഗുഡ് മോർണിംഗ് മാർക്കറ്റ് പ്ലേസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഏതായാലും വിപണിയെ സംബന്ധിച്ചിട്ടൊരു സാൻഡ്വിച്ച് സെഷനിലേക്കാണ് കിടക്കുന്നത്. കാരണം 2 ഹോളിഡേയ്സിനിടയിലുള്ള ഒരു ട്രേഡിംഗ് ഡേയിലേക്കാണ് കിടക്കുന്നത്. ഏതായാലും ഇന്നലത്തെ ഒരു ക്ലോസിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി 50യെ സംബന്ധിച്ചിട്ട് അതായത് ബുധനാഴ്ചത്തെ ഒരു ട്രേഡിംഗ് സെഷനിലേക്ക് വരുമ്പോഴേക്കും നിഫ്റ്റി 50യെ സംബന്ധിച്ചിട്ട് ഒരു ഫ്ലാറ്റിഷ് ആയ ഒരു ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 25,665.6 എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞൊരു 4 ട്രേഡിംഗ് സെഷൻസിൽ പരിശോധിക്കുമ്പോഴേക്കും 25,400 മുതൽ 25,800 വരെയുള്ളൊരു റേഞ്ചിലാണ് നിഫ്റ്റി 50യിൽ ഒരു ട്രേഡിംഗ് നടന്നു വരുന്നത്. ഒരു ഇൻഡിസീവ്നെസ് വിപണിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇൻഡിസീവ്നെസ് നിലനിൽക്കുമ്പോൾ പോലും നേരെ തോതിലുള്ള ഒരു പാനിക്സ് അല്ലെങ്കിൽ ഒരു പാനിക്കും വിപണിയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ ഘടകങ്ങളെക്കാൾ ഉപരി ഗ്ലോബൽ മാർക്കറ്റിലുണ്ടാകുന്ന ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് തന്നെയാണ് ഇന്ത്യൻ വിപണിക്കും തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രംപിൻ്റെ പ്രസ്താവനകൾ തന്നെയാണ്. പുതിയ ലെവലിലേക്കുള്ളൊരു അധിനിവേശ സംസ്കാരത്തിനാണ് ട്രംപ് തുടക്കം കുറിച്ചിരിക്കുന്നതെന്നാണ് പല അനലിസ്റ്റുകളും സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റ് പല രാജ്യങ്ങളുടെ മേലും പരമാധികാരം കൈയടക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് ട്രംപ് നീങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഇത്തരം പ്രസ്താവനകൾ വലിയ തോതിൽ ആഗോളതലത്തിൽ ചർച്ചയ്ക്ക് വഴിയാകാറുണ്ട്. ഇത് വിപണിയിലും ഇന്ത്യൻ വിപണിയിലും ഒരു ഇൻഡിസിവിനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും 25,603 എന്നൊരു ലോയിലായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈ എന്ന് പറയുന്നത് 25,791.75 എന്നൊരു നിലയാണ്. സെക്ടേഴ്സ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ശക്തമായിട്ടുള്ള ഒരു സെൽ ഓഫ് നേരിട്ടിരിക്കുന്നത് നിഫ്റ്റിയുടെ IT സൂചികയായിരുന്നു. ഏകദേശം 1% ഒരു ഇടിവിലേക്കാണ് IT സൂചിക നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ മെറ്റൽ സൂചിക അതിൻ്റെ ഒരു കുതിപ്പ് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലേക്ക് കുതിക്കാനായിട്ട് ബുധനാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എറൈസ് ചെയ്യുമ്പോഴേക്കും ആഗോളതലത്തിൽ കമോഡിറ്റി മാർക്കറ്റ്സിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തുന്നത്, കമോഡിറ്റികളിലേക്ക് മെറ്റൽസിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തുന്നത് വലിയ തോതിൽ മെറ്റൽ സൂചികയ്ക്ക് ഒരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് റീസെൻറ്റ് ഡേയ്സിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ബുധനാഴ്ചത്തെയും ഒരു കുതിപ്പിന് കാരണമായിട്ട് അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈയിങ് ആണ് ബുധനാഴ്ച മെറ്റൽ സൂചികയിൽ നടന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ റിയൽറ്റി സൂചിക, ഫാർമ, ഒപ്പം FMCG തുടങ്ങിയ സെക്ടേഴ്സിൽ അതേസമയം ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ആഗോളതലത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ട് ഏകദേശം 1.5% നേട്ടം നൽകിയപ്പോൾ നാസ്ഡാക്കും S&P 500 സൂചികയും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോൺ ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, കഴിഞ്ഞ ദിവസം US വിപണിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ടുള്ള ആ ഒരു സെല്ലിംഗ് പ്രഷറിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു ലോ ലെവൽസിലുണ്ടായിരുന്ന ഒരു നേരിയ തോതിലുള്ള ഒരു സെല്ലിംഗ് പ്രഷറിന് ശേഷം ഇന്നലെ ഒരു സ്ട്രോങ് ആയിട്ടൊരു നോട്ടിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഡൗ ജോൺസ് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നാസ്ഡാക്കിനെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എങ്കിൽ പോലും ഹൈ ലെവൽസിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് നാസ്ഡാക്ക് നേരിട്ടിരിക്കുന്നത്. S&P 500 സൂചികയാണെങ്കിലും സമാനമായ തരത്തിലൊരു പോസിറ്റീവ് ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുമുണ്ട്. സോ അമേരിക്കൻ വിപണികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നമുക്ക് അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എൻ്റെ എക്സ്പെക്ടേഷനിലെ അടുത്ത 3 സെഷൻസിൽ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കും. സോ അടുത്ത 2 മേജർ റെസിസ്റ്റൻസുകൾ, ആദ്യത്തെ 49,700, അതിനുശേഷം 50,150 ആയിരിക്കും നമ്മൾ മേജർ റെസിസ്റ്റൻസ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അമേരിക്കൻ വിപണിയിൽ എടുത്തു പറയാനുള്ള ഇന്നലത്തെ പെർഫോമൻസിൽ ഗോൾഡ്മാൻ സാക്സിന്റെ കേസിൽ വളരെ സ്ട്രോങ് ഒരു ക്ലോസ് ആയിരുന്നു. ആൻഡ് വി ഹാവ് സീൻ എ ന്യൂ ഓൾ ടൈം ഹൈ. $980 അടുത്തായിരുന്നു നമുക്ക് ക്ലോസിംഗ് കാണാൻ സാധിച്ചത്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് വരും സെഷൻസിൽ നമുക്ക് ഇനി ഒത്തിരി നേട്ടം ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ വലിയൊരു കറക്ഷന് ശേഷം ഇന്നലെ ബ്ലാക്ക് റോക്കിന്റെ കേസിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ട് $1,160 അടുത്തായിരുന്നു ക്ലോസിംഗ് കാണാൻ സാധിച്ചത്. JP മോർഗൻ, ബാങ്ക് ഓഫ് അമേരിക്ക, സിറ്റി ബാങ്ക് മുതലായ സ്റ്റോക്സിലും ഒരു നല്ല കറക്ഷന് ശേഷം വീണ്ടും നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. ആൻഡ് അതേപോലെ തന്നെ കാറ്റർപില്ലറിന്റെ കേസിലും നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ ഇന്നലെ കാണാൻ സാധിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ദ റാലി ആൻഡ് ബുൾ റൺ വളരെ ബ്രോഡ് ബേസ്ഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്.
അറ്റ് ദ സെയിം ടൈം നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 25,900 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ പുതിയൊരു സസ്റ്റൈനബിൾ അപ്പ് മൂവ് കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 25,200 സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അടുത്തായിട്ട് കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിൽ പ്രത്യേകിച്ചും ഗോൾഡിൽ ആ ഒരു ഹൈ ലെവൽസിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡിംഗ് നടന്നു വരുന്നത്. നേരിയ തോതിലൊരു സെല്ലിംഗ് പൊസിഷൻ നേരിടുന്നുണ്ടെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈങ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഏകദേശം ഒരു 0.5% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. $4,598 അല്ലെങ്കിൽ $97 ആ ഒരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഗോൾഡിലുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിയർ ടേമിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു അവസരം കാണുന്നുണ്ടോ, അതോ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുന്ന എക്സ്പെക്ടേഷൻ ആണോ താങ്കൾക്കുള്ളത്? അല്ല, സ്വർണത്തിന്റെ കേസിൽ നമുക്ക് വാല്യുവേഷൻസ് അല്പം സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $4,570 ലെവലിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തിന് ഇടയ്ക്കെങ്കിലും നമ്മൾ ഇത്രയും ശക്തമായിട്ടൊരു റാലി സ്വർണത്തിന്റെ കേസിൽ കണ്ടിട്ടേ ഇല്ല. സോ ദിസ് ഇസ് അൺപ്രീസിഡന്റഡ്. സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കറക്ഷൻ നടക്കുന്ന സമയത്ത് ശക്തമായിട്ടൊരു കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സർ, ഇപ്പം സിൽവറിലേക്ക് കൂടി വരികയാണ്. സിൽവറിനെ സംബന്ധിച്ചിട്ടും ഒരുപക്ഷെ സ്വർണ്ണത്തെക്കാൾ ഉപരി വലിയ തോതിൽ മുന്നേറ്റം നടത്തിയ ഒരു കമ്മോഡിറ്റി കൂടിയാണ് സിൽവർ. സിൽവറിൽ ഇന്നിപ്പോൾ ഏകദേശം ഒരു 1.5% ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ്, 1.5%-ലധികമുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് $90 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. സോ സിൽവറിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ വെള്ളിയുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ബട്ട് കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $85.50 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ക്രൂഡിൽ നോക്കുമ്പോൾ ക്രൂഡിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ചും ജനുവരി 7 മുതൽ ജനുവരി 14 വരെയുള്ള സെഷൻസിലായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെറ്റിൽ പ്രത്യേകിച്ചും ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ലിംഗ് പൊസിഷൻ നേരിട്ടിരുന്നു. ഓൾമോസ്റ്റ് ഒരു 3% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നും ഇപ്പോൾ പരിശോധിക്കുമ്പോഴേക്കും ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ്. ഇന്നലത്തെ ആ ഒരു ഇടിവ് രേഖപ്പെടുത്തിയതിൻ്റെ ലോ ലെവൽസിൽ വെച്ച് തന്നെയാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. സോ ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, നമ്മൾ WTI ക്രൂഡ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 8 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിച്ചത്. ആൻഡ് 2 ട്രേഡിംഗ് സെഷൻസ് മുൻപ് വളരെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള $62.50 ടെസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷമായിരുന്നു കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് $58.25. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. തിരിച്ചൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഈ ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് $62.50. ബട്ട് മേജർ ടാർഗറ്റ് $67 ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് ആഭ്യന്തര വിപണിയിലേക്ക് കൂടി വരികയാണ്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലും വളരെ ഹൈ ലെവൽസിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു സെല്ലിംഗ് പൊസിഷൻ അത് നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ സ്വീകരിക്കാനായിട്ട് വിപണിക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്, ബുധനാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,665.6 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി 50യിലുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എത്ര മുന്നോട്ടേക്ക് താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് നിഫ്റ്റി 50യുടെ കേസിൽ ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നിഫ്റ്റി 50യുടെ കേസിൽ 25,950 പോയിന്റ് റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ തുടർച്ചയായിട്ട് 2 ട്രേഡിംഗ് സെഷൻസിലെങ്കിലും ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് വീണ്ടും ഷോർട്ട് ടേമിൽ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. ഓൾറെഡി കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 25,450 സപ്പോർട്ടായിരിക്കണം ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
അടുത്തായിട്ട് നിഫ്റ്റിയുടെ ബാങ്കിൻ്റെ കേസിലേക്ക് കൂടിയാണ് വരുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും വളരെ ഫ്ലാറ്റ് ആ ഒരു ടോണിലാണ് നിഫ്റ്റി ബാങ്ക് കഴിഞ്ഞ ദിവസം ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 59,580.15 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻട്രാഡേയിൽ ഹൈ ലെവൽസിലേക്ക് എത്തിയിരുന്നു എങ്കിൽ പോലും അവിടെ നിന്നൊരു സെല്ലിംഗ് പൊസിഷനാണ് നിഫ്റ്റി ബാങ്കും നേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഈ ഒരു വീക്ക് പൊതുവെ പരിശോധിക്കുമ്പോഴേക്കും 58,800 മുതൽ 59,800 വരെയുള്ള 1000 പോയിന്റ്സിനകത്ത് നിന്നുകൊണ്ടാണ് പ്രധാനമായിട്ടും നിഫ്റ്റി ബാങ്ക് സൂചികയിൽ ഒരു മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത്. സോ നിഫ്റ്റി ബാങ്കിലുള്ള മുന്നോട്ടേക്കുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 59,200 പോയിന്റിന്റെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ടിന്റെ താഴെ ക്ലോസ് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും. നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 3 മേജർ റെസിസ്റ്റൻസിൽ ആദ്യത്തെ 60,100 പോയിന്റ്, അത് ബ്രേക്ക് ചെയ്താൽ 60,500, അതിനുശേഷം 61,000 പോയിന്റും ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. അടുത്തതായിട്ട് PSU ബാങ്ക് ഇൻഡെക്സിലേക്ക് കൂടിയാണ് വരുന്നത്. PSU ബാങ്കിനെ സംബന്ധിച്ച് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഔട്ട് പെർഫോമൻസ് നടത്താനായിട്ട് സാധിച്ച ഇൻഡെക്സ് കൂടിയാണ് നിഫ്റ്റിയുടെ PSU ബാങ്ക് എന്നത്. വളരെ സ്ട്രോങ് ആയിട്ടൊരു ബൈങ് ബുധനാഴ്ച നടന്നിട്ടുണ്ടായിരുന്നു. ഹൈ വോളിയത്തിൽ തന്നെ അത് ട്രേഡിങ്ങും നടന്നിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 2% മുകളിലൊരു നേട്ടം നൽകാനും PSU ബാങ്ക് ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള സെഷൻസിൽ നിഫ്റ്റി 50ലും ബാങ്ക് നിഫ്റ്റിയിലും അടക്കം ഒരു ഡിറക്ഷൻ സ്വീകരിക്കാൻ നിലനിന്നപ്പോൾ പോലും തുടർച്ചയായിട്ടൊരു അപ് ട്രെൻഡിൽ നിലനിൽക്കുന്ന സെക്ടർ കൂടിയാണിത്. സോ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിയർ ടേമിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലൊരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ, അതോ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്തു പോകുമെന്ന് തന്നെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, നമ്മൾ PSU ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ PSU ബാങ്കിങ് സ്റ്റോക്സിലും നമുക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ശക്തമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. സോ അണ്ടർടോൺ ഇൻ ദിസ് ഇൻഡെക്സ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇതിൽ എടുത്തു പറയാനുള്ളത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് ഒരു ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിച്ചില്ല. നേരെ മറിച്ച് ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ ആൻഡ് ഓഫ് കോഴ്സ് സ്മോൾ ക്യാപ് PSU ബാങ്കിങ് സ്റ്റോക്സ് ലൈക്ക് സെൻട്രൽ ബാങ്ക്, IOB, യൂക്കോ ബാങ്ക്, PSB, ഇതിലൊക്കെ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. ആൻഡ് അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ സ്റ്റോക്സിൽ ഒന്നും തന്നെ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1.5% ഒരു നേട്ടം നൽകി ക്ലോസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 3 സെഷൻസിലായിട്ട് തുടർച്ചയായിട്ടുള്ളൊരു മുന്നേറ്റമാണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. സോ സെൻട്രൽ ബാങ്ക് ഇന്ത്യ ഓഹരികളിലുള്ള മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? സോ സെൻട്രൽ ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നീണ്ടുനിന്ന ആ ഒരു കറക്ഷൻ പൂർത്തിയായെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. സെൻട്രൽ ബാങ്കിന്റെ കേസിലെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്ക് ഫേസിൽ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 38.85 രൂപ, അതിനുശേഷം 39.70 രൂപ. ഈ 2 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 40.55 രൂപ, 41 രൂപ, 40 43 രൂപ. അടുത്തായിട്ട് IT സൂചികയിലേക്കാണ്. IT സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു ദിവസത്തിൽ ബുധനാഴ്ചയിൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പൊസിഷൻ നേരിട്ട ഒരു ഇൻഡെക്സ് ആയിരുന്നു IT ഇൻഡെക്സ്. ഓൾമോസ്റ്റ് 1% മുകളിലുള്ള ഒരു ഇടിവിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ IT സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IT ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 37,350 ആയിരിക്കും. ഈ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരും സെഷൻസിൽ വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. ഈ ഒരു സെക്ടറിലെ ചില മേജർ സ്റ്റോക്സ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, TCSന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 3285. ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3170 സപ്പോർട്ടായിരിക്കണം. ഇൻഫോസിസിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1625, 1645 ആൻഡ് സപ്പോർട്ട് 1578 ആയിരിക്കാം സപ്പോർട്ട് ലെവൽ. വിപ്രോയുടെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 266, മേജർ സപ്പോർട്ട് 257. ആൻഡ് ഫൈനലി HCL ടെക്നോളജിയുടെ കേസിൽ ശ്രദ്ധിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 1710 രൂപ ആൻഡ് മേജർ സപ്പോർട്ട് 1620.
സർ അടുത്തതായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരു ഓഹരിയാണ് സിൽവർ ടച്ച് ടെക്നോളജീസ് എന്ന് പറയുന്നത്. സിൽവർ ടച്ചിനെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആണ്, പ്രത്യേകിച്ചും ഡിസംബർ മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരിയാണ് സിൽവർ ടച്ച് ടെക്നോളജീസ് എന്ന് പറയുന്നത്. കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് കമ്പനിക്ക് സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്ലാറ്റ്ഫോമിലുള്ള ഓർഡർ നേടിയിട്ടുണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഡിജിറ്റൽ ഗവേണൻസ് എക്കോ സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഈ ഒരു കരാറിലൂടെ സാധിക്കുമെന്ന് കൂടുതൽ എക്സ്പെക്ടേഷൻ കമ്പനി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഉണ്ടാകുന്ന മറ്റ് സെല്ലിംഗ് പ്രഷറോ പാനിക് സെല്ലിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങോ ഒന്നും തന്നെ കാണാതെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നോട്ടിലായിരുന്നു ഈ ഒരു ഓഹരിയിൽ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും 2025 ഡിസംബർ 30 ശേഷമുള്ള ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും എക്സ്ട്രീംലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിരുന്നത്. പിന്നീട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ജനുവരി 12 രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഹൈ ലെവൽസ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ബുധനാഴ്ച മാത്രം 1.25% ഒരു നേട്ടവും നൽകിയിട്ടുണ്ടായിരുന്നു. സോ സിൽവർ ടച്ച് ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? So, unlike Silver Tech is a small cap stock, 2018 ഈ സ്റ്റോക്കിന്റെ ലിസ്റ്റിംഗ് നടന്നിരിക്കുന്നത്. ബട്ട് അതിനുശേഷം ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ബട്ട് ഡിസംബർ മാസത്തിന് ശേഷമായിരുന്നു നമുക്ക് ഈ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1120 മുതൽ 1200 ഈ റേഞ്ചിലായിരിക്കാം പൊസിഷൻ എടുക്കാൻ ശ്രമിക്കേണ്ടത്. ബട്ട് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1565. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1650 1720 ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽ. 1720 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫാർമ ഓഹരിയിലെ ഫാർമ ഇൻഡെക്സിലെ കൂടി വരികയാണ്. ഫാർമയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം 0.25% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഫാർമ സൂചിക ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷറാണ് കഴിഞ്ഞ ഒരു 5 സെഷനുകളായിട്ട് ഫാർമ ഇൻഡെക്സിൽ കാണുന്നത്. സോ ഫാർമ ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഫാർമ ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസുമായിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 22,350 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ടിന് താഴോട്ട് ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറാൻ പോസിബിലിറ്റി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ റെസിസ്റ്റൻസ് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 22,900 പോയിന്റ് ആയിരിക്കണം. ഈ സെക്ടറിൽ ചില സ്റ്റോക്സ് എടുത്തു പറയാനുള്ളത് ആദ്യത്തെ തന്നെ നാറ്റ്കോ ഫാമയുടെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി വരുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നു. ബട്ട് 900 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. ഗ്ലെൻമാർക്കിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2060, അതിനുശേഷം 2160. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കും. ഓറോബിന്ദോ ഫാർമ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1140 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ലൂപ്പൻ ലബോറട്ടറിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. 2230 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ ഈ സ്റ്റോക്കിൽ കാണുന്നത്. സിപ്ലയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ തൽക്കാലം ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഒപ്പം തന്നെ സർ IPCA ലാബ് ഇപ്ക ലാബിലേക്ക് കൂടി വരികയാണ്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു ജനുവരി 5 മുതൽ 4 സെഷൻസിലായിട്ട് ഓൾമോസ്റ്റ് ഒരു 14% ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ബുധനാഴ്ചയിലേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും സ്ട്രോങ് ആയിട്ടൊരു ക്ലോസിംഗ് നടത്താനായിട്ടും ഇപ്ക ലാബിന് സാധിച്ചിട്ടുണ്ട്. സോ ഇപ്ക ലബോറട്ടറീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഇപ്കയുടെ കേസിൽ നമുക്ക് ഒക്ടോബർ അവസാനത്തോടു കൂടി നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്.
നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1480 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ 3 റെസിസ്റ്റൻസ് ലെവൽ 1545, 1560, 1600. ഈ 3 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള 2 മേജർ ടാർഗറ്റ്സ് 1710, അതിനുശേഷം 1760. BSEയുടെ ഓഹരികളിലേക്ക് വരുമ്പോൾ BSEയെ സംബന്ധിച്ചിട്ട് ഈ ഒരു ജനുവരി പ്രത്യേകിച്ചും 2020 ആരംഭിച്ചതിന് ശേഷം വലിയ തോതിലൊരു മുന്നേറ്റം നടത്തിയൊരു ഓഹരി കൂടിയാണ് BSEയുടെ ഓഹരികളെന്ന് പറയുന്നത്. വിപണിയിൽ വലിയ തോതിൽ സെല്ലിംഗ് പ്രഷർ നേരിട്ട് മറ്റ് ഓഹരികളിലൊക്കെ തന്നെ ശക്തമായിട്ടൊരു ഇടിവിലേക്ക് നീങ്ങിയപ്പോൾ പോലും റെസീലിയൻസ് പ്രകടിപ്പിച്ച ഒരു ഓഹരി കൂടിയാണ് BSE എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ BSE ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? BSEയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും ഒരു ലാക്ക് ഓഫ് മൊമെന്റം കാണുന്നുണ്ടെങ്കിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പായി ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തു വരുന്നത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 2965 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് IFCI എന്ന ഒരു ഓഹരിയിലേക്കാണ് വരുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം 2.5% മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ജനുവരി 12 ഈ വീക്കിൻ്റെ തുടക്കത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 15% വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു കണ്ടിരുന്നത്. ചൊവ്വാഴ്ചയും ആ ഒരു മൊമെൻറ്റം നിലനിർത്തിയിരുന്നുണ്ടായിരുന്നു. എന്നാൽ ബുധനാഴ്ചയിലേക്ക് വന്നപ്പോഴാണ് ഇത്തരം ഒരു ഇടിവ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നു കണ്ടത്. സോ IFCI ലിമിറ്റഡിലുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? So IFCI is a small cap stock and ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് ഒരിക്കലും ഒരു ഇൻവെസ്റ്റിംഗ് സ്റ്റോക്ക് ആയിട്ട് കരുതരുത്, ബട്ട് ആസ് എ ട്രേഡിംഗ് സ്റ്റോക്ക്. ട്രേഡിംഗിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറന്റ് ലെവൽസ് തീർച്ചയായിട്ടും ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 53ന്റെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 58 രൂപ 50 പൈസ, 59 രൂപ 50 പൈസ, 61 രൂപ 62.50, 64, 66.50. ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന പ്രമുഖ കമ്പനിയാണ് റിലയൻസ്. റിലയൻസിനെ സംബന്ധിച്ച് താങ്കൾ തന്നെ പലപ്പോഴും ഈ ഒരു ഫോർത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റിലയൻസിലൊരു റാലി വരുമ്പോൾ മാത്രമാണ് നമുക്ക് നിഫ്റ്റിയിലും അതിന് ആനുപാതികമായിട്ടൊരു മൂവ്മെൻറ്റ് ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ ജനുവരി 5 റിലയൻസ് ഓഹരികളിൽ നമുക്കൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെയാണ് നിഫ്റ്റിയിലും പുതിയൊരു ഓൾ ടൈം ഹൈയിലേക്ക് കുതിപ്പുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ടുള്ള ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് കാണാൻ സാധിച്ചിരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ റിസൾട്ട് വരാനിരിക്കെ റിസൾട്ടിന് മുന്നോടിയായിട്ട് ബുധനാഴ്ച ഓൾമോസ്റ്റ് ഒരു 0.5% അടുത്തുള്ളൊരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. സോ റിലയൻസ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒപ്പം തന്നെ ഈ ഒരു റിസൾട്ടിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി റിലയൻസിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് ടേമിൽ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഫാക്ട് ഈ റിലയൻസിൽ ഇത്രയും ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്നായിരുന്നു നമുക്ക് നിഫ്റ്റി 50യിലും ഷോർട്ട് ടേമിൽ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1439 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 1530 രൂപ. സോ 1530ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേമിൽ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. സോ നാച്ചുറലി നമ്മൾ റിലയൻസിന്റെ കേസിൽ നമ്മൾ മാനേജ്മെന്റ് ഔട്ട്ലുക്കിന് വേണ്ടിയായിരിക്കും കാത്തിരിക്കേണ്ടത്. എസ്പെഷ്യലി നമ്മൾ ഓർക്കേണ്ടത് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വലിയൊരു വോളറ്റിലിറ്റിയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നാച്ചുറലി ദാറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് ദി ഫോർച്യൂൺസ് ഓഫ് റിലയൻസ് ഇൻഡസ്ട്രി. അടുത്തായിട്ട് മെറ്റൽ ഇൻഡെക്സിലേക്കാണ്. മെറ്റൽ ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് ബുധനാഴ്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് നടത്താനായിട്ട് മെറ്റൽ ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2.5% മുകളിലൊരു നേട്ടമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നു. പുതിയൊരു ഓൾ ടൈം ഹൈയും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. സോ മെറ്റൽ ഇൻഡെക്സിലുള്ള ഈ ഒരു റാലിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അറ്റ് ദിസ് മൊമെന്റ് മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. സോ മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ കറന്റ് ലെവൽസിൽ നിന്നും ചുരുങ്ങിയത് ഒരു 500 പോയിന്റ് നേട്ടം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. ചില സ്പെസിഫിക് സ്റ്റോക്സിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ കേസിൽ നമുക്ക് ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. വേദാന്തയുടെ കേസിലും അഗെയിൻ നമുക്ക് ഒരു വെരി വെരി സ്ട്രോങ് ക്ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത്.
ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കേസിൽ ദാറ്റ് ബുൾ റൺ ഇസ് കണ്ടിന്യൂയിങ്. ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കേസിൽ റീസെന്റ് ടോപ്പ് ആയിട്ടുള്ള 580 രൂപ ബ്രേക്ക് ചെയ്യാൻ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട്. 580 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 615, 640, 670, 720. ഇപ്പം ഹിന്ദുസ്ഥാൻ സിങ്കിലേക്ക് കൂടി വരികയാണ്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ ദിവസം ഒരു ഓൾ ടൈം ഹൈ ലെവലിലേക്ക് ഒരു കുതിപ്പ് നടത്തിയിട്ടുണ്ട്. പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു എങ്കിൽ പോലും ഓൾമോസ്റ്റ് ഒരു 4% നേട്ടം നൽകിക്കൊണ്ടാണ് ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഓഹരികളും ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. സോ ഹിന്ദുസ്ഥാൻ സിങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 676 കാണുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് ശ്രദ്ധിക്കേണ്ട മേജർ ലെവൽസ് 695, 715, 760. ഒപ്പം ടാറ്റാ സ്റ്റീലിലേക്ക് കൂടി വരികയാണ്. ടാറ്റാ സ്റ്റീലിനെ സംബന്ധിച്ചിട്ടും ബുധനാഴ്ച ഏകദേശം 3.5% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു ഡിസംബർ 10 ശേഷമുള്ള ഇങ്ങോട്ടേക്കുള്ള സെഷൻസ് പരിശോധിക്കുമ്പോഴേക്കും ചില സെഷൻസിലെ ഒരു ഇടിവ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് സെഷൻസിലൊക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള നേട്ടം നൽകുകയും പിന്നീട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലേക്ക് പോവുകയും അവിടെ നിന്ന് വീണ്ടും ഒരു കുതിപ്പുമായിരുന്നു ടാറ്റാ സ്റ്റീൽ ഓഹരികൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ ടാറ്റാ സ്റ്റീൽ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ പൊസിഷൻ. അടുത്ത 3 മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 192, 197, 202. എങ്കിലും കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഈ ഒരു സ്റ്റോക്കിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ICICIയുടെ AMC കമ്പനിയിലേക്കാണ്, ഓഹരികളിലേക്കാണ് വരുന്നത്. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഡിസംബർ 19 ലിസ്റ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 1 മന്ത് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് സെഷൻസും വളരെ കുറവാണ്. എന്നിരുന്നാൽ പോലും ഭേദപ്പെട്ട നിലയിലൊരു റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് ICICI AMC എന്ന് പറയുന്നത്. ബുധനാഴ്ച ഏകദേശം ഒരു 2.5% നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. സോ ICICI AMC ഓഹരികളെ ഫണ്ടമെൻ്റലി താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ICICI AMCയുടെ കേസിൽ നമുക്ക് വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ബട്ട് ജനറലി സ്പീക്കിംഗ് ഞാൻ പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിലും ഫണ്ടമെന്റലിന്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. കാര്യം നമുക്ക് യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ, ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ആ സ്റ്റോക്സിലൊക്കെ വലിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2660 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോൺസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള ചില AMC സ്റ്റോക്സ് ഇതിനോടൊപ്പം പഠിക്കണം. ഇതിൽ HDFC AMC നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ സ്റ്റോക്കിന്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ശ്രദ്ധിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 2770. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. UTI AMCയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ചാൻസസ് കാണുന്നില്ല. അടുത്തായിട്ട് റെയിൽവേ സെഗ്മെൻറ്റിൽ നിന്നുള്ള ജുപ്പിറ്റർ വാഗൺസിലേക്കാണ്. ജുപ്പിറ്റർ വാഗൺസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞൊരു ഡിസംബർ 19 ശേഷം വളരെ വോളറ്റൈലായിട്ടൊരു സെഷനായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 4 സെഷൻസിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു ക്ലോസിംഗ് നടത്തിയതിന് ശേഷം പിന്നീട് തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഒരു സെല്ലിംഗ് പൊസിഷനാണ് നേരിട്ടിരുന്നത്. എന്നാൽ ബുധനാഴ്ച ഈ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ എല്ലാം തന്നെ ഒരു പരിധി വരെ റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 12% നേട്ടം നൽകിക്കൊണ്ടാണ് ജുപ്പിറ്റർ വാഗൺസിൻ്റെ ഓഹരികൾ ബുധനാഴ്ച ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. സോ ജുപ്പിറ്റർ വാഗൺസിന്റെ ഓഹരികളിലുണ്ടായ ഈ ഒരു മാസീവ് ബൈങ്ങിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജുപ്പിറ്റർ വാഗന്റെ കേസിൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടിന് ഒരു സെറ്റപ്പ് കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 354 ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 368, 395 മേജർ റെസിസ്റ്റൻസ് ലെവൽ. ഈ ഒരു സ്റ്റോക്കിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാവുന്ന മറ്റ് ചില സ്റ്റോക്സ് ആദ്യം തന്നെ ടിറ്റാഗറിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 880 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 760 സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. RVNLന്റെ കേസിൽ നല്ലൊരു കറക്ഷന് ശേഷം നമുക്കൊരു ബുള്ളിഷ് അസറ്റ് പെർഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 360, മേജർ സപ്പോർട്ട് 320. റെയിൽ ടെല്ലിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 372 രൂപ, മേജർ സപ്പോർട്ട് 330.
IRCTസിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഒരു ലോ റിസ്ക് ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 620 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. IRFCയുടെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 118 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മേജർ റെസിസ്റ്റൻസ് 130. സ്ഥിരതരം നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു ടൈം ആയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. ഏതായാലും ഇന്നത്തെ മാർക്കറ്റ് പ്ലസിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനും അല്ല എന്ന് പ്രേക്ഷകരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിന് മുമ്പും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനറിൽ കാണാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.